സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതിലും കൂടുതൽ സമയം ഇരുന്ന് തന്നെ ചെലവഴിക്കുന്നു. നമ്മൾ പ്രഭാത ഭക്ഷണത്തിനിരിക്കുന്നു, വാർത്തകൾ കാണാനിരിക്കുന്നു, ഫോണിൽ നോക്കുമ്പോഴോ വായിക്കുമ്പോഴോ ഒക്കെ ഇരിക്കുന്നു. വിശ്രമിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ പെൽവിക് ഹെൽത്തിന് ദീർഘനേരം തുടരാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥാനമാണ് ഇരിക്കുക എന്നത്. പ്രായമാകുമ്പോൾ ഈ ഉദാസീനമായ ജീവിതശൈലി നിശബ്ദമായി നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളിലൊന്നായി മാറുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നമ്മൾ മണിക്കൂറുകളോളം ഇരിക്കുമ്പോൾ ബ്ലഡ് ഫ്ലോയുടെ സ്വാഭാവിക പാതകളെ നമ്മൾ ഞെരുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹിപ്പ് ജോയിൻസിലേക്കും കാലുകളിലേക്കും സുപ്രധാന അവയവങ്ങളിലേക്കും ഫ്രഷ് ഓക്സിജൻ എത്തുന്നത് നമ്മൾ നിയന്ത്രിക്കുകയാണ്. ഇതാ ഒരു സന്തോഷ വാർത്ത. ഇത് മെച്ചപ്പെടുത്താൻ നിങ്ങളൊരു മാരത്തൺ ഒന്നും ഓടേണ്ടതില്ല. നിങ്ങൾക്ക് ജിം മെമ്പർഷിപ്പ് എടുക്കേണ്ടതില്ല. തീർച്ചയായും നിങ്ങളൊരു അത്ലീറ്റ് ആകേണ്ടതുമില്ല. ആരോഗ്യകരമായ രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന 3 ലളിതമായ വ്യായാമങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ പെൽവിക് ഫ്ലോറിനെ ഉണർത്തുകയും ഹിപ്പ് ജോയിൻസ് അഥവാ ഇടുപ്പിൻ്റെ ജോയിൻസ് ലൂബ്രിക്കേറ്റ് ചെയ്യുകയും കൂടുതൽ സുഖകരമായ ചലനത്തോടെ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ആദ്യമേ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എക്സസൈസ് നമ്പർ 1, ഗ്ലൂട്ട് വാക്ക്. ഇതിനെ നിങ്ങളുടെ ബട്ടോക്സിൽ നടക്കുന്ന അഥവാ വാക്കിംഗ് ഓൺ യുവർ ബട്ടക്സ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്? ഈ ചലനം പെൽവിക് ഓർഗൻസിന് ഡയറക്റ്റ് മസാജ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് കാണുന്ന പുരുഷന്മാർക്ക് ഈ വ്യായാമം പ്രോസ്ട്രേറ്റ് ഹെൽത്തിന് വളരെ നല്ലതാണ്. സ്ത്രീകൾക്ക് ഇത് പെൽവിക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൂടാതെ ആരോഗ്യകരമായ ദഹനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യും. നമുക്ക് പൊസിഷനിലേക്ക് പോകാം. നിങ്ങളുടെ കാലുകൾ നേരെ മുന്നോട്ട് നീട്ടി തറയിലോ പായയിലോ ഇരിക്കുക. നിങ്ങളുടെ പുറം നേരെ വയ്ക്കുക. നിങ്ങളുടെ കാൽമുട്ടുകൾ താരതമ്യേന നേരെയാക്കാൻ ശ്രമിക്കുക, പക്ഷേ അവയെ ലോക്ക് ചെയ്യരുത്. ബാലൻസിന് വേണ്ടി നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ മുന്നിൽ നീട്ടി നിങ്ങളുടെ കണ്ണുകൾ മുന്നോട്ട് നോക്കുക. ഇനി നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ വലത് ഇടുപ്പ് ഉയർത്തി മുന്നോട്ട് നീക്കുക. തുടർന്ന് നിങ്ങളുടെ ഇടത് ഇടുപ്പ് ഉയർത്തുക. റൈറ്റ്, ലെഫ്റ്റ്. നിങ്ങളുടെ ശരീരത്തിനടിയിലുള്ള ആ 2 ഉറച്ച അസ്ഥികൾ അത് അനുഭവിക്കണം. അവ നിങ്ങളുടെ സിറ്റ് ബോൺസ് ആണ്. അവയെ നിങ്ങളുടെ പാദങ്ങളായി കരുതുക. നിങ്ങളുടെ കാലിൻ്റെ ഹീൽസ് അധികം ഡ്രാഗ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. മൂവ്മെൻറ്റ് നിങ്ങളുടെ ഇടുപ്പിൽ നിന്ന് വരട്ടെ. നിരവധി ചെറിയ ചുവടുകൾ മുന്നോട്ട് നടക്കുക. ഇനി മൂവ്മെൻറ്റ് ഓപ്പോസിറ്റ് ആക്കുക. വലത് തുട പിന്നിലേക്ക്, ഇടത് തുട പിന്നിലേക്ക്. സ്വാഭാവികമായി ശ്വസിക്കുന്നത് നിങ്ങൾ തുടരുക. ശ്വാസം പിടിച്ചു വയ്ക്കരുത്. ഏകദേശം 1 മിനിറ്റ് ഈ വ്യായാമം ചെയ്യണം. നിങ്ങൾക്ക് ഗുരുതരമായ ലോവർ ബാക്ക് പ്രശ്നങ്ങൾ, ഹെർണിയേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കോർ ഒരു നിവർന്നു നിൽക്കുന്ന സ്ഥാനം സുഖകരമായി പിന്തുണയ്ക്കാൻ പര്യാപ്തമല്ലെങ്കിൽ ഈ വ്യായാമം നിർബന്ധിക്കരുത്. പകരം നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ ഇടുപ്പിനടുത്ത് തറയിൽ വയ്ക്കുക. മുന്നോട്ടും പിന്നോട്ടും ഒരേ ചലനം തുടരുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നതിന് നിങ്ങളുടെ കൈകൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് മൂർച്ചയുള്ള വേദന അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ നിർത്തി അടുത്ത വ്യായാമത്തിലേക്ക് പോകുക. നിങ്ങൾ തുടരുമ്പോൾ നിങ്ങളുടെ അടിവയറ്റിലും പെൽവിസിലും മുഴുവൻ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങിയേക്കാം. അതായത് നിഷ്ക്രിയമായിരുന്നേക്കാവുന്ന ഭാഗങ്ങളിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ തിരികെ വരുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് ഊർജ്ജസ്വലത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം 1 മിനിറ്റ് റൗണ്ട് കൂടി ആവർത്തിക്കാം. തുടരുന്നതിന് മുമ്പ് ഈ വ്യായാമങ്ങൾ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരു നിമിഷം എടുക്കുക. ലൈക്ക് ചെയ്യുന്നതിലൂടെ മറ്റൊരാൾക്ക് ആശ്വാസം കണ്ടെത്താൻ നിങ്ങൾ ശരിക്കും സഹായിക്കുകയാണ്. എക്സസൈസ് നമ്പർ 2, സുമോ സ്ട്രെച്ച്. പ്രായമാകുമ്പോൾ നമ്മുടെ തുടകളുടെ ഉള്ളിലെ പേശികൾ അഡക്ടറുകൾ എന്ന് വിളിക്കപ്പെടുന്നു. കാരണം നമ്മൾ കാലുകൾ ഒരുമിച്ച് ചേർത്ത് ഇരിക്കാൻ വളരെയധികം സമയം ചെലവഴിക്കുന്നു. ഈ പേശികൾ മുറുകുമ്പോൾ അവ പെൽവിസിൽ വലിക്കുകയും ലോവർ ബാക്കിൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് 2 വേർഷൻസ് കാണിച്ചു തരാം. ഏറ്റവും സുരക്ഷിതവും സുഖകരവുമായത് തിരഞ്ഞെടുക്കുക. ആദ്യത്തേത് ക്ലാസിക് വേർഷൻ എന്ന് പറയാം. നിങ്ങളുടെ കാലുകൾ തോളിൻ്റെ വീതിയേക്കാൾ വീതിയിൽ അകറ്റി നിർത്തുക. നിങ്ങളുടെ കാൽ വിരലുകൾ അല്പം പുറത്തേക്ക് തിരിക്കുക. നിങ്ങളുടെ ഭാരം പതുക്കെ വലത്തേക്ക് മാറ്റുക, പിന്നീട് ഇടത്തേക്ക്. ഇപ്പോൾ നിങ്ങളുടെ കൈകൾ ഇടുപ്പിൽ വയ്ക്കുക. നിങ്ങളുടെ കാൽമുട്ടുകൾ വളയ്ക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ തുടകളിലൂടെ കാൽമുട്ടുകൾക്ക് മുകളിൽ വിശ്രമിക്കുന്നതുവരെ താഴേക്ക് നീക്കണം. ഒരു സുമോ ഗുസ്തിക്കാരൻ മത്സരത്തിനായി തയ്യാറെടുക്കുന്നതായി സങ്കല്പിക്കുക. പക്ഷേ മൂവ്മെൻറ്റ് സാവധാനത്തിലും സുഗമമായും നടത്തുക. നിങ്ങളുടെ കൈകൾ ഇപ്പോൾ നിങ്ങളുടെ അപ്പർ ബോഡിയുടെ ഭാരത്തിൻ്റെ ഒരു ഭാഗം താങ്ങുകയും ലോവർ ബാക്കിലെ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. തിരക്ക് കൂട്ടല്. വളരെ വേഗത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് തലകറക്കമുണ്ടാക്കാം.
അതുകൊണ്ട് നിങ്ങളുടെ സമയമെടുക്കുക. നിവർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലുകൾ സൗമ്യമായി ഒന്ന് കുലുക്കുക. ആ ചെറിയ വൈബ്രേഷൻ പിരിമുറുക്കം ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. 4-5 റെപ്പറ്റീഷൻസ് നടത്തുക. ഇനി അതിൻ്റെ സിംപ്ലിഫൈഡ് വേർഷൻ പറയാം. നിങ്ങളുടെ കാൽമുട്ടുകൾ നിങ്ങളെ ശല്യപ്പെടുത്തുകയോ വൈഡ് ആയ സ്റ്റാൻസ് അസ്ഥിരമാണെന്ന് തോന്നുകയോ ചെയ്താൽ ഈ പതിപ്പ് നിങ്ങൾ പരീക്ഷിക്കണം. നിങ്ങളുടെ പാദങ്ങൾ തോളിൻ്റെ വീതിയേക്കാൾ അല്പം വീതിയിൽ നിൽക്കുക. ആഴത്തിൽ താഴ്ത്തുന്നതിന് പകരം നിങ്ങളൊരു ഉയരമുള്ള കസേരയിൽ ഇരിക്കുന്നത് പോലെ നിങ്ങളുടെ ഇടുപ്പ് പിന്നിലേക്ക് തള്ളി ഒരു ഷാലോ സ്ക്വാറ്റ് മാത്രം ചെയ്യുക. നിങ്ങളുടെ കൈകൾ ഉടനടി തുടകളിൽ താങ്ങായി വയ്ക്കണം. ആഴം കുറഞ്ഞ നിലയിൽ നിങ്ങൾ തുടരുക. പിന്നീട് പതുക്കെ തിരികെ നിൽക്കുക. ആവശ്യമെങ്കിൽ നിങ്ങളുടെ കാലുകൾ മുന്നോട്ട് തിരിക്കുക. തുടർന്ന് നിങ്ങളുടെ കാലുകൾ ഒരുമിച്ച് കൊണ്ടുവരിക. 4-5 തവണ ഇത് റിപ്പീറ്റ് ചെയ്യുക. എക്സസൈസ് നമ്പർ 3, പെൻഡുലം. ഹിപ്പ് ജോയിൻറ്റ് ഡീകംപ്രസ് ചെയ്യുന്നതിനുള്ള എൻ്റെ പ്രിയപ്പെട്ട വ്യായാമങ്ങളിൽ ഒന്നാണ് ഇത്. മിക്ക ദിവസവും ഗ്രാവിറ്റി നമ്മുടെ ജോയിൻസിനെ കംപ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇടുപ്പിനുള്ളിൽ സൗമ്യമായി ഇടം സൃഷ്ടിക്കാൻ നമ്മൾ ഗുരുത്വാകർഷണം ഉപയോഗിക്കാൻ പോകുകയാണ്. ചെറിയ ഉയരവ്യത്യാസം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ മാറ്റ് മടക്കാം, അല്ലെങ്കിൽ ഒരു കാലിൽ കട്ടിയുള്ള സ്ലിപ്പറോ സ്നീക്കറോ ഒക്കെ ധരിക്കാം. ബാലൻസിനായി ഒരു ഭിത്തിയുടെ അടുത്ത് നിൽക്കുക. ചുമരിൽ നിന്ന് ഏറ്റവും അകലെയുള്ള കാലിൽ നിൽക്കുക. അത് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ലെഗ് ആയിരിക്കും. മടക്കി വെച്ച മാറ്റിൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് കാൽ വയ്ക്കുക, അല്ലെങ്കിൽ കട്ടിയുള്ള സ്ലിപ്പർ ധരിക്കുക. ഒരു കൈ ഭിത്തിയിൽ ഉറച്ചു നിൽക്കുക. ചുമരിനോട് ഏറ്റവും അടുത്ത കാൽ ഇപ്പോൾ തറയിൽ തൊടാതെ സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കണം. നിങ്ങളുടെ കാൽമുട്ട് നിങ്ങളുടെ നെഞ്ചിലേക്ക് സുഖകരമായി ഉയർത്തൂ. പിന്നെ പൂർണ്ണമായും വിശ്രമിക്കുക. കാൽ പതുക്കെയല്ല താഴ്ത്തേണ്ടത്, അത് സിംപ്ലി ഡ്രോപ്പ് ചെയ്യാൻ അനുവദിക്കുക. പരിശ്രമത്തോടെ ഉയർത്തുക, പൂർണ്ണ റിലാക്സേഷനോടെ താഴ്ത്തുക. കാൽ സ്വാഭാവികമായി ആടാൻ നിങ്ങൾ അനുവദിക്കുക. ആ മൃദുവായ ആടുന്ന ചലനം ഹിപ്പ് ജോയിൻറ്റിനുള്ളിൽ ഒരു നേരിയ ട്രാക്ഷൻ ഇഫക്റ്റ് സൃഷ്ടിക്കുന്നുണ്ട്. തുടയെല്ലിൻ്റെ ഹെഡിനെ ഹിപ്പ് സോക്കറ്റിൽ നിന്ന് ചെറുതായി വേർപെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. താളം ലളിതമാണ്. ലിഫ്റ്റ്, റിലീസ്, ലിഫ്റ്റ്, റിലീസ്. നിങ്ങളുടെ കാലിന് വിശ്രമം നൽകുക. വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത്രയും ഉയരത്തിൽ ഉയർത്തണ്ട. ഏകദേശം 10 റെപ്പറ്റീഷൻസ് നിങ്ങൾ പൂർത്തിയാക്കുക. തുടർന്ന് വശങ്ങൾ മാറുക. ഓപ്പോസിറ്റ് കാലിൽ നിൽക്കുക. നിങ്ങളുടെ കൈ ചുമരിൽ വയ്ക്കുക. അതേ ചലനം ആവർത്തിക്കുക. ലിഫ്റ്റ് ആൻഡ് ദെൻ റിലീസ്, ലിഫ്റ്റ്, റിലീസ്. 10 റെപ്പറ്റീഷൻസ് ധാരാളമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ രക്തയോട്ടം മെച്ചപ്പെടുത്തുന്ന, യുവത്വം നിലനിർത്തുന്ന ഈ 3 വ്യായാമങ്ങൾ പരീക്ഷിച്ചു നോക്കുവാൻ ഞാൻ നിങ്ങളോടിപ്പോൾ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അനുഭവങ്ങളുണ്ടെങ്കിൽ പങ്കുവയ്ക്കണേ. വീഡിയോ ഉറപ്പായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കണേ.